റിന്യൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ ഉറക്കെണീറ്റ പാടെ ഞാൻ വന്നിതാ മാവ് പൊന്തിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. കുറേ ദിവസം കൊണ്ട് ഞാൻ അരച്ച് വയ്ക്കുന്ന മാവൊന്നും പൊന്താറില്ല. അപ്പോൾ കടയിൽ നിന്നൊക്കെയാണ് കേട്ടോ മാവ് വാങ്ങിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴും നല്ലതുപോലെ പൊന്തി ഇരിപ്പുണ്ട്. എനിക്ക് നല്ലതുപോലെ സന്തോഷമായി കേട്ടോ. ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നല്ലതുപോലെ മാവ് പൊന്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാവ് പൊന്തിയ സന്തോഷത്തിൽ ഞാനിന്ന് ഇതാ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് കുഞ്ഞിപ്പെണ്ണൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ കുറേ നേരം കളിച്ചിട്ട് പിന്നെ പറമ്പിലോട്ട് പോയേ. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ന് സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയല്ലേ, അതിനിന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം നമ്മുടെ പറമ്പിലെ കുഞ്ഞു കുഞ്ഞു പച്ചക്കറികളൊക്കെ നിൽപ്പുണ്ടേ, അതൊക്കെ വെച്ചിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതി ഞാനിതാ വഴുതനങ്ങയൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വഴുതനങ്ങ, പിന്നെ തക്കാളി, പിന്നെ ഒരു 2 കുഞ്ഞു വെള്ളരിക്കയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അതുകൊണ്ട് ഞാൻ പറമ്പിലുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര കളിയാണ്. മക്കളും കുഞ്ഞിപ്പെണ്ണും ഒക്കെ കളിയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് അമ്മ ചായയൊക്കെ ഇട്ട് വെച്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് അവരോട് കുറച്ച് നേരം കൂടെ കളിച്ചു കേട്ടോ. ഈ കുഞ്ഞിപ്പെണ്ണ് വന്നതിന് ശേഷം ഞാൻ എപ്പോൾ അടുക്കളയിൽ കയറിയാൽ ആൻറ്റി എന്ന് ബാക്കിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരും കേട്ടോ. എന്നിട്ട് അവളോട് കളിക്കാനേ എനിക്ക് സമയം കാണാറുള്ളൂ. അങ്ങനെ ഞാനിത് അവളെ മക്കളെ കയ്യിലേൽപ്പിച്ചിട്ട് ഞാൻ വേഗം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പം നാത്തൂനടുത്തുണ്ട്. അവളോട് കാര്യം പറഞ്ഞാണ് കേട്ടോ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ വയ്ക്കാതെ സമയം കിട്ടിയില്ല കേട്ടോ. പിന്നെ അങ്ങ് ചമ്മന്തി കറിയിലൊക്കെ ഒതുക്കി. അത് കഴിഞ്ഞിട്ട് ഇതാ വന്ന് നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിപ്പെണ്ണ് ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നാത്തൂന് കൊണ്ട് നടക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഞാനിതാ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാരി കൊടുത്തിട്ടും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു വക കഴിക്കില്ല കേട്ടോ കള്ളപ്പെണ്ണ്. അങ്ങനെ ഇതാ ഫോണൊക്കെ കാണിച്ച് കൊടുത്ത് എങ്ങനെയൊക്കെ അവളെ തീറ്റിപ്പിക്കുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് ഇതാ മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് മോന് ഇഡ്ഡലി വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അവനൊരു ഷേക്ക് അടിച്ചു കൊടുക്കാമെന്ന് കരുതി ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ റോബസ്റ്റ പഴമൊക്കെ ഇട്ടിട്ട് ഞാൻ അവന് ഷേക്ക് അടിച്ചു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലേക്ക് ഞാൻ ഏത്തം പഴമാണ് ഇട്ട് ഇങ്ങനെ ഷേക്ക് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ അവൻ അതിൻ്റെ ടേസ്റ്റ് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ഏത്തം പഴം ഇടാറില്ല. അപ്പോൾ ഇതുപോലെ റോബസ്റ്റ പഴം ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഒരു 4-5 ഡേറ്റ്സും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിൽ ഇതാ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിന് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പഞ്ചസാരയൊന്നും ഇടുന്നില്ല. പിന്നെ ഇതാ 1 സ്പൂൺ ഞാൻ പീനട്ട് ബട്ടറില്ലേ അതും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ തിളപ്പിച്ച് ആറ്റിയ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ ഒഴിച്ച് എന്നിട്ട് ഇതാ മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അത് അവൻ്റെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. അവൻ എന്ന് കൊടുത്താലും അവന് ഇഷ്ടമാണ്. പിന്നെ ഞാൻ എന്നും കൊടുക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും ഇങ്ങനെ ഷേക്കാക്കി കൊടുക്കാറുള്ളൂ. പിന്നെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അവൻ ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇത് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ ഞാൻ അടുത്ത പണിയിലോട്ട് കടന്നേ. അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ മിന്നുവിന് ഫുഡ് കൊടുക്കലാണ്. അപ്പോൾ ഇതാ തിളപ്പിച്ച് ഒന്ന് ചെറു ചൂട് വെള്ളത്താണ് കേട്ടോ ഞാൻ ഈ ഒരു ഫുഡ് കലക്കി കൊടുക്കുന്നത്. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് സെർലാക്ക് കലക്കി കൊടുക്കാറില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇവൾക്കും. പിന്നെ ക്വാണ്ടിറ്റി കുറച്ച് മതി. പിന്നെ തീരെ ലൂസും പിന്നെ കട്ടിയും പാടില്ല. ഒരു മീഡിയം ഒരു ഇതിൽ ഞാൻ കലക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ ഇത് അവളുടെ ഫുഡൊക്കെ ഒന്ന് റെഡി ആക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്കും ഇതാ ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിന്നോ ആ ഇവിടെ ഉണ്ടാ ചുണ്ടിലൊക്കെ ഇതെന്തോന്ന്? അങ്ങനെ ഞാൻ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആളെ പോയി നോക്കിയപ്പോഴത്തേക്ക് ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആപ്പിൾ അങ്ങനെ കഴിക്കില്ല. അങ്ങനെ ചുമ്മാ കൊത്തി അങ്ങനെ കളിക്കും കേട്ടോ. എന്നിട്ട് കൊത്തും കുടഞ്ഞു കളയും. ഇതാണ് കേട്ടോ ഇവളുടെ പണി. അങ്ങനെ ചുണ്ടത്ത് മൊത്തം ആപ്പിളൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതാ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിറിഞ്ചിലാണ് ഫുഡ് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ചുണ്ടിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അവളങ്ങനെ എടുത്തോളും കേട്ടോ ഫുഡ്. അങ്ങനെ ഇത് അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇതാ ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിന്നുവിന് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും അവളിങ്ങനെ തെറിപ്പിക്കും കേട്ടോ ദേഹത്തൊക്കെ. പിന്നെ നമ്മുടെ ദേഹത്ത് മൊത്തം അവളുടെ ഫുഡായിരിക്കും. അങ്ങനെ ഞാൻ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സ് ഇട്ടു കേട്ടോ. എന്നിട്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ രാവിലെ അമ്മ ഇതാ ഒരു സ്റ്റെപ്പ് പാത്രം കഴുകി വെച്ചിട്ടാണ് കേട്ടോ പോയത്. അമ്മയും നാത്തൂനും കൂടെ വാക്സിൻ എടുക്കാൻ പോയതാണ്. ഈ ഇടയ്ക്ക് അവൾ ഒന്ന് പൂച്ച മാന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് അവളും മക്കളും അമ്മ എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ടേ. അങ്ങനെ പാത്രമൊക്കെ കഴുകിയത് സിങ്കും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടപ്പോഴത്തേക്കും അവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പോയപ്പോഴേ പറഞ്ഞിട്ട് പോയതാണ് ചിക്കൻ വാങ്ങിക്കൊണ്ട് വരുമെന്ന്. അപ്പോൾ വീട്ടിൽ മീൻ ഇരിപ്പുണ്ട് കേട്ടോ. എന്നാലും മക്കൾക്ക് ചിക്കൻ എന്ന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ വന്നപ്പോൾ പിന്നെ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. പിന്നെ വീട്ടിൽ കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വേഗം ഒന്ന് കോവയ്ക്ക തോരനും കൂടെ വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ ഇതാ കോവയ്ക്ക ഒന്ന് ക്ലീൻ ചെയ്ത് ഇതാ തോരൻ വയ്ക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ച് കേട്ടോ. എന്നിട്ട് ഇത് അരപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ മെഴുക്കാണ് വരട്ടുന്നത്. പിന്നെ ഫ്രൈയും ചെയ്യും കേട്ടോ. അപ്പോൾ 2 മക്കൾക്ക് ഇഷ്ടമാണ്. തോരൻ വലിയ ഇഷ്ടമല്ല. പിന്നെ ഇന്ന് ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങ് കഴിച്ചോളും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ തോരൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വേഗം ഇതാ തോരനും കൂടെ ഒന്ന്
അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കൻ കറി വെക്കുന്നില്ല, കാരണം സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കറി വെക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ അതൊന്ന് വേഗം ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി. അങ്ങനെ അമ്മ ഇതാ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഇതാ പുരട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയും പിന്നെ മസാലും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ തൈരും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ, തൈര് കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ചിക്കൻ നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിരിക്കുമെന്ന്. അങ്ങനെ ഇതാ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഞാനതൊന്ന് പേസ്റ്റ് രൂപത്താക്കിയിട്ട് ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് കുറച്ചൊന്ന് വെള്ളം കൂടിയതുപോലെ തോന്നി, അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ പുരട്ടി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇത് ചിക്കനിൽ അരപ്പൊക്കെ പിടിച്ചതിന് ശേഷം ഇതാ വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ വിശക്കുന്നേന്ന് പറഞ്ഞിട്ട് വിളി തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാനിതാ വേഗം ഒന്ന് ഫ്രൈ ചെയ്യാനും കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വെച്ചപ്പോഴാണ് കേട്ടോ, കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്യാസ് അങ്ങ് തീർന്നു പോയി കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വെച്ചപ്പോഴത്തേക്ക് അത് മറച്ചിടാനോ ഒന്നും പറ്റിയില്ല. കുറേ കഴിഞ്ഞത് ഗ്യാസ് അങ്ങ് തീർന്നു, ഒരു സൈഡ് പോലും നേരെ വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ചിക്കന് കൊതിച്ചിരുന്ന മക്കൾ ഇതാ ഭയങ്കര വിഷമത്തിലായിരുന്നേ. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഗ്യാസ് ബുക്ക് ചെയ്തതാണ്, അപ്പോൾ 2 പ്രാവശ്യം ബുക്ക് ചെയ്തപ്പോഴും ക്യാൻസലായി പോയിരുന്നു കേട്ടോ. ഇത്രയും പെട്ടെന്ന് ഗ്യാസ് തീരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അങ്ങനെ ഞങ്ങൾ കെറ്റിൽ മുട്ടയൊക്കെ വേവിച്ചാണ് കേട്ടോ ഇന്നത്തെ ചോറ് അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ഇന്നലത്തെ രസവും കൂടെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. പിന്നീട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് മൂഡൊന്നും ഇല്ലായിരുന്നു കണ്ടോ, ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇന്ന് മൊത്തം ചളായ ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാച്ചാ ബേബി, സീ യു.